നമസ്കാരം. ഒരു രഹസ്യം കൂടി പറയാം. പെട്രോളിന് തിരുവനന്തപുരത്തുള്ളവർ ലിറ്ററിന് 107 രൂപ 30 പൈസ കൊടുക്കുന്ന ഈ ദിവസം രാജ്യത്തെ ഏറ്റവും വിലക്കുറവിൽ എണ്ണ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീപ്പ എണ്ണയ്ക്ക് $63.85 മാത്രം. ജൂലൈയിൽ $70.95 ഏപ്രിലിൽ $67.72 നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഈ വില തീരുമാനിക്കുന്ന സമയത്ത് ഒരു വീപ്പ എണ്ണയ്ക്ക് $116.01 വിലയുണ്ടായിരുന്നു. ഏതാണ്ട് പകുതി നിരക്കിലേക്കാണ് പെട്രോൾ വില താഴ്ന്നത്. 2021 മാർച്ചിലാണ് ഇതിനു മുമ്പ് ഇതിലും താഴ്ന്ന നിരക്കിൽ നമുക്ക് ഇന്ധനം കിട്ടിയത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്ധനം കുത്തിയൊഴുകിയിട്ടും നമുക്ക് കിട്ടുന്ന വിലയിൽ നയാ പൈസയുടെ കുറവില്ല. ഇനി വേറൊരു രഹസ്യം കൂടി പറയാം. ഒരു ലിറ്റർ പെട്രോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയ്ക്കാണ് ഇപ്പോൾ റിഫൈനറികളിൽ നിന്ന് വിതരണത്തിന് പുറത്തിറക്കുന്നത്. 74 രൂപ 95 പൈസയ്ക്കാണ് ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ പുറത്തിറക്കുന്നത്. അതിന്റെ കൂടെ ഡീലർ കമ്മീഷനും സംസ്ഥാനങ്ങളുടെ വാറ്റ് നികുതിയും ചേർത്താണ് വിൽപ്പന. റിഫൈനറികൾക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയവും ഇതാണ്. ആ പണം ചെന്ന് നിറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പെട്ടിയിൽ മാത്രമല്ല, ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നതിനാൽ റിലയൻസും നയാറയും പോലെയുള്ള സ്വകാര്യ കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൂടിയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പിന്നെയും പെട്രോൾ വിലയിലെ തീവെട്ടിക്കൊള്ളാം. കേന്ദ്ര പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിലെ ഒരു രേഖയുണ്ട്. ക്രൂഡ് ഓയിലിന്റെ ഇന്ത്യക്ക് ബാധകമായ വില കണക്കാക്കുന്ന ചാർട്ട്. അതനുസരിച്ച് നവംബറിലെ വില $64.31 ആണ്. എന്നാൽ നവംബർ 27-ന് $63.85 തന്നെ കിട്ടി എന്ന് ആ രേഖയുടെ അവസാനം നൽകിയിരിക്കുന്നു. വമ്പിച്ച വിലക്കുറവ് എന്നൊക്കെ പറയുന്നത് പോലെ ആദായ വില. ഒരു വീപ്പ എണ്ണ എന്ന് പറഞ്ഞാൽ 158.98 ലിറ്റർ ആണ്. ഒരു ലിറ്ററിന് $0.4 മാത്രം എന്നർത്ഥം. പെട്രോളിന് ഇപ്പോഴത്തെ നിരക്ക് തീരുമാനിച്ചതിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വിലയാണിത്. $140 വരെ ഒരു വീപ്പയ്ക്ക് വില ഉയർന്ന കാലത്താണ് ഈ വില നിർണയിച്ചത്. ഈ വില തീരുമാനിച്ചതിന് ശേഷം ആകെ കുറഞ്ഞത് 2 രൂപയാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് 2024 മാർച്ച് 15-ന് കുറഞ്ഞത്. അതിന് 2 വർഷം മുമ്പ് 2022 മെയ് 23-നാണ് ഈ വില നിശ്ചയിച്ചത്. 3.5 വർഷത്തിനിടെ രാജ്യാന്തര എണ്ണവിലയിൽ 60% വരെ കുറഞ്ഞു. എന്നിട്ടും നമ്മൾ വാങ്ങി വണ്ടിയിൽ ഒഴിക്കുന്ന പെട്രോളിനും ഡീസലിനും വിലയിൽ മാറ്റമില്ല. ഈ തുക എങ്ങോട്ട് പോകുന്നുവെന്നല്ലേ? ഇതാ എണ്ണ കമ്പനികൾ റിഫൈനറിയിൽ നിന്ന് പുറത്തിറക്കുന്ന വിലയുടെ കണക്ക്. 74 രൂപ 95 പൈസയ്ക്കാണ് ഒരു ലിറ്റർ പെട്രോൾ പുറത്തിറക്കുന്നത് എന്ന് ഈ രേഖ പറയുന്നു. 159 ലിറ്ററിനടുത്ത് വരുന്ന ഒരു വീപ്പയ്ക്ക് $64 കിട്ടുന്ന എണ്ണയാണ് ലിറ്ററിന് 74 രൂപ 95 പൈസയ്ക്ക് പുറത്തിറക്കുന്നത്. അതിന്റെ കൂടെ ഡീലർ കമ്മീഷനായി 4 രൂപ 42 പൈസയും ഡൽഹിയിലെ വിൽപ്പന നികുതിയായി 15 രൂപ 40 പൈസയും ചേർന്നു. അപ്പോൾ ഡൽഹിയിലെ വില 94 രൂപ 77 പൈസ. കേരളത്തിൽ ഈ വാറ്റ് 28 രൂപ 42 പൈസയാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ വിലയായ 107 രൂപ 30 പൈസയാകുന്നത്. തലസ്ഥാന നഗരി എന്ന നിലയിൽ രാജ്യത്ത് ഏറ്റവും കുറവ് പെട്രോൾ വാറ്റുള്ളത് ഡൽഹിയിലാണ്. കേന്ദ്ര ഖജനാവിലേക്ക് ഇക്കഴിഞ്ഞ വർഷം മാത്രം സെസ്സായി എത്തിയത് 18,559 കോടി. ക്രൂഡ് ഓയിൽ റോയൽറ്റിയായി വന്നത് 9,152 കോടി. കസ്റ്റംസ് ഡ്യൂട്ടി 14,337 കോടി. എക്സൈസ് ഡ്യൂട്ടി 2,71,528 കോടി. IGST 19,065 കോടി. CGST 10,653 കോടി. അങ്ങനെ ആകെ കേന്ദ്ര ഖജനാവിലേക്ക് 3,44,581 കോടി രൂപ. ഇവിടെ കഴിഞ്ഞില്ല. സർക്കാരിന് എണ്ണ കമ്പനികൾ നൽകുന്ന ഡിവിഡൻഡും എണ്ണ കമ്പനികളുടെ കോർപ്പറേറ്റ് ഇൻകം ടാക്സും വേറെയുണ്ട്. കോർപ്പറേറ്റ് ഇൻകം ടാക്സായി എത്തിയത് 43,182 കോടി. ഡിവിഡൻഡായി കിട്ടിയത് 22,095 കോടി. എണ്ണ ഖനനത്തിലെ ലാഭമായി 5,322 കോടി. ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ കഴിഞ്ഞ വർഷം മാത്രം കേന്ദ്ര ഖജനാവിൽ എത്തിയത് 4,15,181 കോടി രൂപയാണ്. ഇതിനു പുറമെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഖജനാവിലേക്ക് വരുന്ന തുകയുണ്ട്.
റോയൽറ്റിയായി 11,582 കോടി, വാറ്റായി 3,02,058 കോടി, SGST ആയി 10,792 കോടി. അങ്ങനെ വിവിധ ഇനങ്ങളിലായി ആകെ സംസ്ഥാനങ്ങളുടെ ഖജനാവിലേക്ക് എത്തുന്നത് 3,25,583 കോടി രൂപയാണ്. ഇത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഖജനാവിലേക്ക് എത്തുന്ന തുകയാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി അങ്ങനെ പെട്രോളിയം മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം 7,40,764 കോടി രൂപയാണ്. കേന്ദ്രത്തിന് വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ഇതിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് പറയാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് സെപ്റ്റംബറിൽ അവസാനിച്ച രണ്ടാം പാദത്തിൽ മാത്രമുണ്ടായ ലാഭം 7,610 കോടി രൂപയാണ്. ഒന്നാം പാദത്തിൽ 13,299 കോടി രൂപയും ലാഭം ലഭിച്ചു കഴിഞ്ഞു. ആദ്യ 6 മാസത്തിൽ തന്നെയുള്ള ലാഭം 20,000 കോടി പിന്നിട്ടു. കഴിഞ്ഞ വർഷം ആകെ ലാഭം 12,961 കോടി രൂപ മാത്രമായിരുന്നു. ആ ലാഭത്തിന്റെ 150% ഈ വർഷത്തെ ആദ്യ 6 മാസം കൊണ്ട് കമ്പനി നേടിയത്. ഇനി 6 മാസത്തെ കണക്കുകൾ കൂടി പുറത്തു വരാനിരിക്കുന്നു. IOCക്ക് മാത്രമല്ല, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനും ഭാരത് പെട്രോളിയത്തിനുമെല്ലാം ഇതേ നിരക്കിൽ ലാഭത്തിൽ വർധനയുണ്ട്. ഇങ്ങനെ ലാഭം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ആദ്യം കണ്ടത്. ഒരു വീപ്പയ്ക്ക് $63 ലഭിക്കുന്ന എണ്ണ ലിറ്ററിന് 74 രൂപ വിലയിട്ടാണ് പുറത്തിറങ്ങുന്നത്. പിന്നെ എങ്ങനെ കമ്പനിക്ക് ലാഭവും സർക്കാരുകൾക്ക് വരുമാനവും കൂടാതെ ഇരിക്കും? ഒരു വരുമാന മാർഗം എന്ന നിലയിൽ ഈ ലാഭം കമ്പനികളും സർക്കാരുകളും പൂർണ്ണമായും വേണ്ട എന്ന് വെക്കണം എന്ന് അർത്ഥമില്ല. പക്ഷേ ന്യായമായ ലാഭം മാത്രമെടുത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് ലാഭവിഹിതം കൈമാറണം. പെട്രോൾ ഡീസൽ വില കുറയുക എന്നാൽ സമസ്ത മേഖലകളിലും ചെലവ് കുറയുക എന്നാണ്. കുറഞ്ഞ ചെലവിൽ വാഹനം ഓടിക്കാനും കുറഞ്ഞ ചെലവിൽ ചരക്കുകൾ കൊണ്ടുവരാനും സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പകുതി വരെ വില ട്രാൻസ്പോർട്ടേഷൻ നിരക്കായാണ് പോകുന്നത്. ആ തുക കുറഞ്ഞാൽ രാജ്യത്തെ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാകും. വിലക്കയറ്റം നിയന്ത്രിക്കാനായാൽ ബാങ്കുകളുടെ പലിശ നിരക്കിൽ ഉൾപ്പെടെ ആ കുറവ് പ്രതിഫലിക്കും. ഓരോ വീട്ടിലേക്കും വരുന്ന വരുമാനം കൂടും. ഇന്ധനവില കുറച്ചാൽ അതിന്റെ ഗുണം രാജ്യത്തെ ഓരോരുത്തർക്കും കിട്ടും. ഇന്ധനവില കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എക്സൈസ് നികുതി കുറയ്ക്കുക എന്നതാണ്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 1 ടണ്ണിന് 1 രൂപയും അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി 1 രൂപയും ഇപ്പോൾ ക്രൂഡ് ഓയിലിന് വാങ്ങുന്നുണ്ട്. പെട്രോൾ ഇറക്കുമതിക്ക് ഓരോ ലിറ്ററിനും 5 രൂപയുടെ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. ബേസിക് എക്സൈസ് ഡ്യൂട്ടിയായി ഓരോ ലിറ്ററിനും 1 രൂപ 40 പൈസ, സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയായ 13 രൂപ, കാർഷിക സെസ്സായി ലിറ്ററിന് 2.5 രൂപ, റോഡ് സെസ്സായി ലിറ്ററിന് 5 രൂപ. ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പമാണ് സംസ്ഥാനങ്ങളുടെ നികുതി ചേരുന്നത്. കേരളത്തിൽ പെട്രോൾ 1 ലിറ്ററിന് 30.08% വിൽപ്പന നികുതി. അതിനൊപ്പം ലിറ്ററിന് 1 രൂപയുടെ അഡീഷണൽ വിൽപ്പന നികുതി, 2 രൂപ സാമൂഹിക സുരക്ഷാ സെസ്, 1% സെസ് എന്നിവ കൂടി ചേരുന്നുണ്ട്. കേന്ദ്ര നികുതി കുറച്ചാൽ തന്നെ സംസ്ഥാനങ്ങളുടെ നികുതിയും കുറയും. കാരണം കേന്ദ്രത്തിന്റെ എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും സെസ്സും എല്ലാം ചേരുന്ന തുകയുടെ നിശ്ചിത ശതമാനമാണ് സംസ്ഥാനങ്ങളുടെ നികുതി. നമ്മുടെ ജനത കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം അർഹിക്കുന്നു എന്നതിൽ തർക്കമില്ല. അവർ പണിയെടുക്കുന്ന പണമാണ് ഇങ്ങനെ പെട്രോൾ ഡീസൽ നികുതിയായി രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ഉയർന്ന നികുതി നൽകാനുള്ള വരുമാനമൊന്നും 90% ജനതയ്ക്കുമില്ല. അവരെ ഈ കൊടിയ ദുരിതത്തിൽ നിന്ന് രക്ഷിച്ചേ മതിയാകൂ. സ്പോട്ട്ലൈറ്റിനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.